നമസ്കാരം. ചെറുകിട ബിസിനസ്സുകളെ കുറിച്ച് പറയുന്ന ചാനലാണ് ഇത്. ഇവിടെ സ്ഥിരമായിട്ട് കാണുന്ന പ്രേക്ഷകർക്ക് അത് അറിയാവുന്നതാണ്. പുതുതായിട്ട് വരുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഒരു ക്ലാരിഫിക്കേഷൻ എന്ന നിലയിലാണ് ഇത് പറഞ്ഞത്. ഇവിടെ നമുക്ക് മാക്സിമം ടു മാക്സിമം 5 ലക്ഷം രൂപ വരെയുള്ള പ്രൊജക്റ്റുകളാണ് നമ്മൾ പറയാറുള്ളത്. ഇവിടെ 100 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയുള്ള പ്രൊജക്റ്റുകൾ. കാരണം വളരെ ചെറിയ മുതൽ മുടക്കുമായി വളരെ വലിയ ആഗ്രഹത്തോടു കൂടിയാണ് ഇത്തരം ചാനലുകളെ ആളുകൾ സമീപിക്കാറുള്ളത്. എനിക്കും എന്തെങ്കിലും ചെയ്യാൻ കഴിയണം, എനിക്കും ചെറിയൊരു ബിസിനസ് കെട്ടിപ്പടുക്കണം എന്നൊക്കെയുള്ള ആഗ്രഹമാണ്. എന്നാൽ പലർക്കും ആഗ്രഹമായി തന്നെ നിലനിൽക്കുന്നത് അവരുടെ കയ്യിൽ ബജറ്റ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഏറ്റവും ചെറിയ ബജറ്റിൽ തുടങ്ങാവുന്നത് തൊട്ട് ഏകദേശം ഒരു 5 ലക്ഷം രൂപ വരെയുള്ള വലിയ ബിസിനസ്സുകളിലേക്കാണ് നമ്മൾ കടക്കാറുള്ളത്. ഇന്നും അതുപോലെ ഏറ്റവും ചെറിയ മുടക്കുമുതലിൽ ഒരു 2000 രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ നിസ്സാരമായിട്ട് ആരംഭിക്കാൻ പറ്റുന്ന ഒരു ചെറുകിട സംരംഭമാണ് ഇത്. ഇവിടെ ഈ സംരംഭത്തെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നുന്നത് ഇതൊക്കെ ഓൾറെഡി മാർക്കറ്റിൽ ഉണ്ടല്ലോ എന്നാണ്. തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഉള്ള പ്രോഡക്റ്റ് തന്നെയാണ്. പക്ഷെ നമുക്കുള്ള ഒരു സ്പേസ് അവിടെ ബാക്കിയുണ്ട്. ആ സ്പേസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അവിടെയാണ് നമ്മൾ ഇടിച്ചു കയറേണ്ടത്. മാർക്കറ്റിൽ വിൽക്കാത്ത ഒരു സാധനവുമില്ല. അപ്പോൾ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് മാർക്കറ്റിൽ ഉള്ള പ്രോഡക്റ്റുകളോട് തന്നെയായിരിക്കും. അവിടെ ഇടിച്ചു കയറി നമ്മളുടെ സ്ഥാനം നമ്മൾ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ചെറുകിട ബിസിനസ് എന്താണ് എന്ന് പറയാം. വൈറ്റ് ഫിനൈൽ ആണ്. ഇത് വീടുകളിൽ, ഓഫീസുകളിൽ, ഹോസ്പിറ്റലുകളിൽ, സ്കൂളുകളിൽ ഒക്കെ നിരന്തരം ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. കൂടാതെ ഹോട്ടലുകൾ, ലോഡ്ജുകൾ, റെസ്റ്റോറന്റുകൾ, റിസോർട്ടുകൾ ഇവിടെയൊക്കെ അത്യാവശ്യമുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഒരു ക്ലീനിങ് ഏജന്റ് ആണ് ഇത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ പാക്കേജ് തൊട്ട് നമുക്ക് 5-10 ലിറ്റർ പാക്കേജ് വരെ കൊടുക്കാം എന്നുള്ളതാണ്. അതായത് വീടുകളിലേക്ക് 1 ലിറ്റർ പാക്കേജ് വാങ്ങിക്കുമ്പോൾ ഹോട്ടലുകൾ, റിസോർട്ടുകൾ, സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ, തിയേറ്ററുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ബൾക്കായിട്ടായിരിക്കും ഇത് വാങ്ങിക്കുന്നത്. ഇതിന് ഒരു പ്രത്യേക ബ്രാൻഡ് ആരും തിരഞ്ഞെടുക്കാറില്ല എന്നുള്ളതാണ് നമുക്കിവിടെ പോസിറ്റീവായിട്ട് വരുന്നത്. ഏത് ബ്രാൻഡും കയ്യിൽ കിട്ടുന്ന ബ്രാൻഡ് വാങ്ങിക്കുക എന്നുള്ളതാണ് ആളുകൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ബ്രാൻഡ് അല്പം ഗുണമേന്മയുള്ളതാണെങ്കിൽ അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നാൽ തീർച്ചയായിട്ടും ഈ ബ്രാൻഡും നല്ല രീതിയിൽ പോകും. അപ്പോൾ ഈ പ്രോഡക്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നറിയണം. ചെറിയ കാര്യമാണ്, വലിയ ടെക്നിക്കൊന്നുമില്ല, ചെറിയ കാര്യമാണ്. നമ്മളുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാം. പക്ഷെ കുട്ടികളെ അല്പം അകറ്റി നിർത്തുന്നത് നന്നായിരിക്കും. ഇവിടെ ഒരു ചെറിയ കൂട്ടാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ചെറിയ കൂട്ട് പറയുമ്പോൾ അല്പം ക്വാണ്ടിറ്റി കൂടുതലാണ് വരുന്നത്. ഇതനുസരിച്ച് നിങ്ങൾക്ക് പ്രൊപ്പോർഷനേറ്റ്ലി കൂട്ടിയെടുക്കാവുന്നതാണ്. ആദ്യം നമുക്ക് വേണ്ടത് ഫിനൈൽ കോൺസെൻട്രേഷൻ ആണ്. അത് നമുക്ക് 1 ലിറ്റർ വേണ്ടി വരും. ഈ ഫിനൈൽ കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ടൗണുകളിലെ കെമിക്കൽ ഷോപ്പുകളിൽ ലഭിക്കും. സോപ്പ് പൊടി, ലിക്വിഡ് സോപ്പ് അതുപോലെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടകളിൽ ഇത് ലഭിക്കും. പിന്നെ വേണ്ടത് ശുദ്ധജലമാണ്. 25 ലിറ്റർ വേണം. 1 ലിറ്റർ ആണ് നമ്മൾ ഫിനൈൽ കോൺസെൻട്രേഷൻ എടുത്തിരിക്കുന്നത്. ഇവിടെ 25 ലിറ്റർ ആണ് നമ്മൾ വെള്ളം എടുക്കുന്നത്. അപ്പോൾ തന്നെ ഇതിന്റെ റോ മെറ്റീരിയൽസ് ആയി കഴിഞ്ഞു. ഇനി വേണ്ടത് സുഗന്ധമാണ്. ഇപ്പോൾ ആ ഫിനൈലിന്റെ സാധാരണ ആ ഒരു ഗന്ധം അത് പലർക്കും മനം പഠിപ്പിക്കുന്നതായതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾക്ക് വേറൊരു സ്മെല്ല് കൊടുത്താണ് വരുന്നത്. നമുക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ജാസ്മിൻ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം, റോസ് ഉപയോഗിക്കാം, നമുക്ക് സ്ട്രോബെറി ഉപയോഗിക്കാം, ഏത് പെർഫ്യൂം വേണമെങ്കിലും ഇതിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന പെർഫ്യൂം അല്ല, പ്രത്യേക തരം പെർഫ്യൂംസ് വരുന്നുണ്ട്. അപ്പോൾ ആ സുഗന്ധം നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് വാങ്ങി ഉപയോഗിക്കാം. 50 മില്ലിയാണ് ഇതിൽ വേണ്ടത്. ഇത് കൂട്ടാൻ വേണ്ടി നമുക്ക് വലിയൊരു ജാർ വേണ്ടി വരും. അത് നമുക്ക് ഈ ഓയിൽ കമ്പനികൾ ഇല്ലെങ്കിൽ ഓയിലിന്റെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകൾ, പെട്രോൾ പമ്പുകളിൽ ഒക്കെ ചോദിച്ചാൽ കിട്ടുന്ന ഒരു വലിയ ജാറുണ്ട്. വില കൊടുക്കേണ്ടി വരും, എങ്കിൽ പോലും വലിയ വില കൊടുക്കേണ്ടി വരില്ല. ആ ജാറ് നമ്മൾ സംഘടിപ്പിച്ചെടുക്കണം. പിന്നെ നമ്മൾ തടി കൊണ്ടുള്ള ഒരു കയ്യില്, തവി പോലെയുള്ള സാധനം നമുക്ക് തന്നെ ചെത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. അതും സംഘടിപ്പിക്കണം. പറ്റുമെങ്കിൽ തടി കൊണ്ടുള്ളതായിരിക്കണം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് മടലിൽ ചെത്തിയെടുക്കാൻ പറ്റും. കാരണം ഇതിൽ ഡയറക്റ്റ് കൈ കടത്താതിരിക്കാൻ വേണ്ടിയാണ്. ഈ ഫിനോയിൽ കോൺസെൻട്രേഷൻ നമ്മൾ ആദ്യം ജാറിലേക്ക് ഒഴിക്കുന്നു. അതിനുശേഷം പതിയെ ഈ 25 ലിറ്റർ വെള്ളം ഒഴിക്കുന്നു. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. ഫിനൈൽ കോൺസെൻട്രേഷന്റെ കളർ ഏതാണ്ട് ഡാർക്കാണ്. പക്ഷെ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും അത് വൈറ്റ് ആയിട്ട് മാറുന്നത് കാണാം. ഈ ഒരു ഫിനൈൽ കോൺസെൻട്രേഷന് ഒരു പൈൻ മണമാണുള്ളത്. പൈൻ മണം ഇഷ്ടമുള്ള ആളുകൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ സുഗന്ധം ഉപയോഗിച്ച് നമുക്കതിന്റെ സ്മെല്ല് മാറ്റിയെടുക്കാവുന്നതാണ്.
ഇനി ഇവിടെ ബോട്ടിലിംഗ് ആണ് വരുന്നത്. 1 ലിറ്ററിന്റെ ബോട്ടില്, 2 ലിറ്ററിന്റെ ബോട്ടില്, 5 ലിറ്ററിന്റെ ബോട്ടില്, 10 ലിറ്ററിന്റെ ബോട്ടില് ഇങ്ങനെ നമുക്ക് പാക്ക് ചെയ്യാം. ഈ ബോട്ടിൽ എവിടെ കിട്ടും? ബോട്ടിൽ നമ്മളുടെ ടൗണുകളിൽ ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് ഐറ്റംസ് വിൽക്കുന്ന കടകളുണ്ട്. അവിടെ ചെന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബോട്ടിൽ ലഭിക്കുന്നതാണ്. ഞാൻ ആലപ്പുഴയാണ്, അതുകൊണ്ട് ആലപ്പുഴയിലെ കാര്യം ഞാൻ പറയാം. ആലപ്പുഴയിൽ ഇരുമ്പ് പാലത്തിന് കിഴക്കുവശത്തായിട്ട്, കിഴക്കാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്, കുറെ അധികം കടകൾ ഉണ്ട്. ആ കടകളിൽ 1-2 എണ്ണത്തിൽ ഈ ബോട്ടിലുകൾ ലഭിക്കുന്നതാണ്. ഇനി രണ്ടാമതൊരു കാര്യം, ഈ ബോട്ടിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടും ലഭിക്കും. 1 ലിറ്ററിന്റെ ബോട്ടിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. എങ്ങനെയാണ് എന്ന് നോക്കാം. നമുക്ക് സാധാരണ റെസ്റ്റോറൻറ്റുകൾ, ജ്യൂസ് ഷോപ്പുകൾ, മാടക്കടകൾ, പലചരക്ക് കടകൾ ഒക്കെ ഇവിടെ എല്ലാം ബോട്ടിലുണ്ട്, വാട്ടർ ബോട്ടിലുണ്ട്. വെള്ളം, നമ്മൾ കുടിക്കുന്ന വെള്ളം, ആ വെള്ളത്തിന്റെ ബോട്ടിലുകൾ ഒരു പരിധിവരെയൊക്കെ ചില വ്യക്തികളെങ്കിലും അത് കുടിച്ചതിന് ശേഷം അവിടെ ഉപേക്ഷിച്ചു പോകാറുണ്ട്. ഈ കടക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോട്ടിലുകൾ അവർ ശേഖരിച്ചു വെക്കും. ചെറിയ തുക കൊടുക്കേണ്ടി വരും, എന്നാലും ശേഖരിച്ചു വെക്കും. അത് നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടുവരിക, അതിന്റെ ലേബൽ പറിച്ചു കളയുക, ക്ലീൻ ചെയ്യുക, ഉപയോഗിക്കുക. ഇങ്ങനെ നമുക്ക് നമ്മളുടെ പ്രോഡക്റ്റിനുള്ള ബോട്ടിൽ സംഘടിപ്പിക്കാം. പിന്നെ 5-10 ഒക്കെ വരുമ്പോൾ നമുക്കത് ജാർ ടൈപ്പിലാണ് വരുന്നത്. അത് നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കേണ്ടി തന്നെ വരും. ഓക്കെ, ഇനി ഇതിനകത്ത് എന്താണ് ചെയ്യേണ്ടത്? ഇനി നമുക്ക് നമ്മളുടെ പ്രോഡക്റ്റായി, നമുക്ക് ബോട്ടിലായി, നമ്മളത് ബോട്ടിൽ ചെയ്തു കഴിഞ്ഞു. ഇനി വേണ്ടത് നമുക്ക് പിന്നെ ഈ ഫിനോയിലൊക്കെ പാക്ക് ചെയ്യാനുള്ള ബോട്ടിൽ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. കാരണം അതിനകത്തൊരു ഇന്നർ ക്യാപ്പ് ഉണ്ട്, അതായത് മുകളിലത്തെ അടപ്പിനകത്തൊരു ഇന്നർ ക്യാപ്പ് ഉണ്ടായിരിക്കും. കുറച്ചുകൂടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിനുശേഷം നമുക്ക് വേണ്ടത് ലേബലാണ്. നമ്മളുടെ പ്രോഡക്റ്റ് അല്ലേ, അപ്പോൾ നമ്മളുടെ ഒരു ബ്രാൻഡ് അവിടെ ഉണ്ടായിരിക്കണം. നമുക്ക് DTP ഷോപ്പുകളിൽ ചെന്നാൽ ഇത്തരത്തിലുള്ള ലേബലുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അവിടെ ആദ്യം ചോദിക്കേണ്ടത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രിന്റ് ഉണ്ടോ എന്നാണ് ചോദിക്കേണ്ടത്. ലേസർ പ്രിന്റിംഗ് ഉണ്ടോ എന്ന് ചോദിക്കണം. സ്റ്റിക്കർ പേപ്പറിൽ പ്രിന്റ് എടുത്തു തരുമോ എന്ന് ചോദിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ബോട്ടിലിന്റെ വ്യാസം എടുത്തിട്ട് ശേഷം ഹൈറ്റ് എത്ര വേണം എന്ന് നമ്മൾ തീരുമാനിക്കുക. ആ അളവ് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങൾ പറയുന്ന ഡിസൈൻ അതിൽ അടിച്ചു തരും. അതിൽ നിങ്ങളുടെ ഡിസൈൻ ഉണ്ടായിരിക്കും, നിങ്ങളുടെ കമ്പനിയുടെ പേരുണ്ടായിരിക്കും, നിങ്ങളുടെ അഡ്രസ് ഉണ്ടായിരിക്കും, കസ്റ്റമർ കെയർ നമ്പർ ഉണ്ടായിരിക്കും, മാനുഫാക്ചറിംഗ് ഡേറ്റ് ഉണ്ടായിരിക്കും, എക്സ്പയറി ഡേറ്റ് ഉണ്ടായിരിക്കും. ഇങ്ങനെ കുറെ കാര്യങ്ങൾ അതിൽ വേണം. ആ പ്രിന്റ് നമ്മൾ സ്റ്റിക്കർ പേപ്പറിൽ എടുക്കുന്നു. നമുക്ക് തന്നെ സ്കെയിൽ വെച്ച് അത് വരഞ്ഞെടുക്കാവുന്നതാണ്. വരഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ഈ ബോട്ടിലിന്റെ മുകളിൽ ഒട്ടിക്കുന്നു. ഇനി നമുക്ക് ജാറാണെങ്കിൽ വേറൊരു തരത്തിലുള്ള ഡിസൈൻ, കുറച്ചുകൂടെ വലിയ ഡിസൈൻ ഉണ്ടാക്കി ആ ജാറിന്റെ അളവ് നമ്മൾ ആദ്യം എടുക്കണം. അത് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതേ സെയിം സാധനം അത്രയും വലുതാക്കി അവർ പ്രിന്റ് ചെയ്തു തരും. അതിന്റെ ഫയൽ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ ഫോണിലോ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടറിലോ നമുക്ക് സൂക്ഷിക്കാം. ഇനിയും പ്രിന്റ് വേണ്ടി വരുമ്പോൾ ആ ഫയലുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ അവർ എടുത്തു തരും. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് കടകളിൽ എത്തിക്കുന്നതാണ്. ആദ്യം നമ്മൾ തീർച്ചയായിട്ടും കടകളിൽ കുറച്ച് കറങ്ങേണ്ടതായിട്ട് വരും. മാർക്കറ്റിംഗ് ടഫാണ്, അത്ര എളുപ്പമല്ല. നമുക്ക് അറിയാമെങ്കിൽ നല്ല കാര്യം, ഇല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാനാണ് താല്പര്യമെങ്കിൽ നമുക്ക് മുമ്പോട്ട് ചെല്ലുമ്പോൾ ഇപ്പൊ ഈ 2000 രൂപയ്ക്കൊന്നും ഒരു എംപ്ലോയിയെ വെക്കാൻ കഴിയില്ല. അപ്പോൾ പറഞ്ഞ ഒരു അവസ്ഥ വെച്ച് നമുക്ക് ആ 2000 രൂപയിൽ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കി ഇവിടെ വരെ എത്താൻ പറ്റും. അതിനുശേഷം നമുക്ക് കുറച്ച് നല്ല ബിസിനസ് നടക്കുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ടോ ഇല്ലെങ്കിൽ എംപ്ലോയിയോ വെച്ച് മുൻപോട്ട് പോകാം. അതൊക്കെ നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഒരു ചെറുകിട ബിസിനസ്, ഇതിൽ എന്ത് വൈവിധ്യം കൊണ്ടുവരാൻ പറ്റുമെന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. കാരണം ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് വൈവിധ്യം കൊണ്ടുവരാൻ പറ്റുന്നത്? നമ്മളുടെ ക്രിയേറ്റിവിറ്റി ഇവിടെ എന്ത് കൊണ്ടുവരാൻ പറ്റും? എന്ത് കൊണ്ടുവന്നാൽ ഫസ്റ്റ് അപ്പിയറൻസിൽ തന്നെ കസ്റ്റമറിന് ഇഷ്ടപ്പെടും, ഇത് തന്നെ ചോദിച്ചു വാങ്ങാൻ അവർ തയ്യാറാകും. അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ചിന്തിച്ച് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. എങ്ങും പോകേണ്ട കാര്യമില്ല. നമ്മളുടെ തൊട്ടടുത്തുള്ള ടൗണിൽ തന്നെ ഇതിനുള്ള റോ മെറ്റീരിയൽസ് കിട്ടും, ബോട്ടിൽസ് കിട്ടും, ബാക്കി എല്ലാ കാര്യങ്ങളും തൊട്ടടുത്ത് തന്നെയുണ്ട്. അല്പം കഷ്ടപ്പെടണം, ശ്രമിക്കണം. അത് നിങ്ങൾ പാർട്ട് ടൈം ആയിട്ട് ചെയ്തു നോക്കുക. ചെയ്യുന്ന ജോലിയുടെ കൂടെ ഒന്ന് ചെയ്തു നോക്കുക. ഇല്ലെങ്കിൽ വീട്ടിൽ വൈഫ്, ഇല്ലെങ്കിൽ അങ്ങനെ പ്രായമുള്ളവർ ആരെങ്കിലും, കുട്ടികൾ ഒഴികെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ഇത് മിക്സ് ചെയ്യിച്ച് പാക്ക് ചെയ്യിക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ഇത് മാർക്കറ്റ് ചെയ്യുക. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. ഇവിടെ ചിന്തിക്കേണ്ട കാര്യം പോന്നാൽ പോകട്ടും പോടാ എന്നാണ്. 2000 രൂപയുടെ കാര്യമാണ്. ഞാനിത് സ്റ്റാർട്ട് ചെയ്ത് നോക്കുന്നു. വിജയിച്ചാൽ നല്ല കാര്യം, വിജയിച്ചില്ലെങ്കിൽ 2000 രൂപയുടെ കേസല്ലേ ഉള്ളൂ. പക്ഷെ കോൺഫിഡൻസോടെ നിങ്ങൾ മുമ്പോട്ട് പോയാൽ തീർച്ചയായിട്ടും വിജയിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ
ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യണം. തീർച്ചയായിട്ടും കാണുന്ന ഓരോരുത്തരും കമന്റ് ചെയ്യണം. എങ്കിലേ ഞങ്ങൾക്കും ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാൻ താല്പര്യം കൂടുകയുള്ളൂ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കമന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇഷ്ടപ്പെട്ട വീഡിയോ ആണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നു, ഇതും കൂടെ ഒന്ന് ഷെയർ ചെയ്തേക്കുക. ചാനലിൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കും. നന്ദി, നമസ്കാരം.